നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായിക്കെതിരെ വൻ സുനാമിയാണിപ്പോൾ CPM പാർട്ടിയിൽ. പിണറായിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ. പിണറായിക്ക് മുഖ്യമന്ത്രിയാകാൻ മാത്രമാണ് നേരത്തെ ഇളവ് നൽകിയത്. പ്രതിപക്ഷ നേതാവാകാൻ പാർട്ടി ഇളവ് നൽകിയിരുന്നില്ല. ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്ന സഖാക്കളുടെ കടുത്ത അമർഷത്തിൽ പാർട്ടി വിറകൊള്ളുന്നു. വലിയ സ്ഫോടനമാണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. പാർട്ടി ചരിത്രത്തിൽ തന്നെ സംഭവിക്കുന്ന അഭൂതപൂർവമായ വോട്ടെടുപ്പിലൂടെയാണ് പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് എന്ന വാർത്തയും പാർട്ടി കേന്ദ്രങ്ങൾ പുറത്തുവിട്ടു. കഴിഞ്ഞയാഴ്ച ചേർന്ന PB യോഗത്തിന്റെ പൊതുധാരണയ്ക്ക് തികച്ചും വിരുദ്ധമായ തലത്തിലാണ് പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയന്റെ പേര് നിർദ്ദേശിക്കുന്നു. എന്നാൽ PB ആദ്യഘട്ടത്തിൽ അതിനോട് യോജിച്ചില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരൊറ്റ പേര് വന്നത് PBയെ കുഴപ്പത്തിലാക്കി. തുടർന്നായിരുന്നു കേന്ദ്ര നേതൃത്വം അടിയന്തര യോഗം ചേർന്നത്. ഓൺലൈനായി ചേർന്ന അടിയന്തര PB യോഗത്തിൽ പങ്കെടുത്ത 17 അംഗങ്ങളിൽ 10 പേരുടെ പിന്തുണയോടെ ഒടുവിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി പ്രതിഷ്ഠിച്ചു. പാർട്ടിയിലെ പരമാധികാര സമിതിയിൽ ഒരു വ്യക്തിയുടെ പദവിയെ ചൊല്ലി വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നു എന്നത് പാർട്ടിയുടെ ദുർബലാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ PBയുടെ ഒരു നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ MA ബേബി അവതരിപ്പിച്ചിരുന്നു. നിയമസഭാ കക്ഷിയുടെ തലപ്പത്ത് ഒരു പുതിയ നേതൃത്വം വേണമെന്നാണ് MA ബേബി PBയുടെ താൽപര്യമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചത്. PBയുടെ ശക്തമായ മുന്നറിയിപ്പ് മുന്നിലുണ്ടായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയന്റെ പേര് മാത്രം മുന്നോട്ട് വെച്ചു. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലും അതിന് മുൻതൂക്കം ലഭിച്ചു. പിണറായി വിജയന് ബദലായി മറ്റൊരു നേതാവിന്റെ പേര് ഉച്ചരിക്കാൻ പോലും പാർട്ടി നേതാക്കൾ ഭയപ്പെട്ടിരുന്നു. ആ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് പോളിറ്റ് ബ്യൂറോയ്ക്കും വ്യക്തമായി. പിണറായി വിജയന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒരൊറ്റ നേതാവിനും തലപ്പൊക്കമില്ല. പിണറായിയെ തിരുത്താൻ ആർക്കും ആർജവമില്ല. അവിടെയാണ് സംസ്ഥാനത്തെ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ പൊട്ടിത്തെറിക്കുന്നത്, ജില്ലാ കമ്മിറ്റികളിൽ അമർഷം പുകയുന്നത്. ഈ പാർട്ടി ഈ പോക്ക് പോയാൽ അറബിക്കടലിൽ പതിക്കുമെന്ന് പാർട്ടി സഖാക്കൾക്ക് ബോധ്യമായി. ഒരു വശത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ കടുംപിടുത്തം, മറ്റൊരു പേര് ഉയർന്നു വരാത്ത സാഹചര്യം. ഒടുവിൽ PB അടിയന്തര യോഗം ഓൺലൈനായി ചേരാൻ തീരുമാനിച്ചു. അതല്ലാതെ മറ്റു മാർഗമില്ല അവർക്ക് മുന്നിൽ. 17 അംഗങ്ങളിൽ 10 പേർ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു. അവിടെയും നിസ്സഹായനായി മാറി MA ബേബി. സംസ്ഥാന സമിതി ഒന്നടങ്കം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ തള്ളിക്കളഞ്ഞാൽ വലിയ ഭവിഷ്യത്തുകൾ പാർട്ടി നേരിടേണ്ടി വരും എന്ന് പോളിറ്റ് ബ്യൂറോയ്ക്ക് വ്യക്തമായി. സംസ്ഥാനത്തൊരു പിളർപ്പോ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടാകുന്ന പൊട്ടിത്തെറിക്കോ അത് കാരണമാകും. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇപ്പോൾ CPMന് വേരോട്ടമില്ല. പോളിറ്റ് ബ്യൂറോ പ്രവർത്തിക്കുന്നത് പോലും കേരളത്തിൽ നിന്നുള്ള ഫണ്ടുകൊണ്ട്. ഏറ്റവും ദുർബലമായ കേന്ദ്ര നേതൃത്വമാണ് CPMന് ഇപ്പോഴുള്ളത്. കേരളത്തിലെ CPM പൂർണ്ണമായി പിണറായി വിജയന്റെ കയ്യിൽ. അതുകൊണ്ട് പിണറായിയെ പിണക്കി പിണറായിയെ ശത്രുതാ പക്ഷത്തേക്കാക്കിയാൽ പാർട്ടിയിൽ അത് വലിയ പിളർപ്പിന് കാരണമാകുമോ? എങ്കിലും 17 പേർ പങ്കെടുത്ത പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ 7 പേർ പിണറായി വിജയനെ പച്ചയ്ക്ക് തള്ളി പറഞ്ഞു. 17-ൽ 10 പേരെ തന്റെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നതാണ് പിണറായിയുടെ ഏറ്റവും വലിയ വിജയം. എന്നാൽ 7 പേർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തി തങ്ങളുടെ നട്ടെല്ല് കാത്തു. വരും ദിവസങ്ങളിൽ ഈ 7 പേർക്കെതിരെ കൂടുതൽ ചേരിതിരിവുകൾ ഉണ്ടാകും. പിണറായി പക്ഷം അതിശക്തമാണ് CPM പാർട്ടിയിൽ. തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം വിലയിരുത്താൻ 10, 11 തീയതികളിൽ നേരത്തെ PB യോഗം ചേർന്നിരുന്നു. പിണറായി വിജയൻ നയിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് തോൽവിക്ക് കാരണമെന്ന് പോളിറ്റ് ബ്യൂറോ ശക്തമായ വിമർശനങ്ങളും ഉയർത്തി. തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിണറായി സർക്കാരിനും അതിൻ്റെ തലവനും മാറി നിൽക്കാനാവില്ല എന്നാണ് PB വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ നേതൃത്വം നിയമസഭയിൽ വരട്ടെ എന്ന് പോളിറ്റ് ബ്യൂറോ നിർദ്ദേശവും വച്ചു. പിണറായി വിജയന്റെ പേര് പോളിറ്റ് ബ്യൂറോ കൂടി അംഗീകരിച്ചതോടെ മറ്റു മാർഗങ്ങളൊന്നുമില്ല പിന്നീട് പാർട്ടിയുടെ മുന്നിൽ. അങ്ങനെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി. പിണറായി ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാനുള്ള നീക്കങ്ങളും തുടങ്ങി. ഇപ്പോഴിതാ പാർട്ടി പൊട്ടിത്തെറിക്കുകയാണ്. വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ആദ്യം ഉയർന്നത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന്. പിന്നീട് പാലക്കാട്, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ പിണറായിക്കെതിരെ പൊട്ടിത്തെറിക്കുന്നു. പിണറായി വിജയൻ ഏകാധിപതിയാണ് എന്ന പരസ്യ വിമർശനമാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. CPMൽ പിണറായി വിജയൻ മാത്രമാണ് എന്ന രീതി ഇപ്പോൾ നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാട്ടി CPMലെയും LDFലെയും ജനകീയ നേതാക്കളെ അവഗണിച്ചു.
തോൽവിയുടെ ആഘാതം കൂട്ടിയതിന്റെ പ്രധാന ഉത്തരവാദി പിണറായി തന്നെ. MP ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് സംസ്ഥാനത്ത് മുഴുവൻ ചർച്ചയായി. KK ശൈലജയെ അവഗണിച്ചതിന് ജനം നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. AK ബാലനും വെള്ളാപ്പള്ളി നടേശനും ഒരേ ശബ്ദമാണ് എന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ അംഗീകരിക്കാൻ പാലക്കാട് ജില്ലാ നേതൃത്വം തയ്യാറാകുന്നില്ല. പാലക്കാട് ജില്ലയിലെ തോൽവിക്ക് ഇതാണ് കാരണം. വിമത സംഘടനകൾ പാലക്കാട് തലപൊക്കാനുള്ള കാരണം ജില്ലാ നേതൃത്വമാണ്. കൊല്ലം, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലാ നേതൃയോഗങ്ങളിലും ഇപ്പോൾ പിണറായിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനെതിരെ കേൾക്കുന്നത് സമാനതകളില്ലാത്ത രൂക്ഷ വിമർശനം. ഇങ്ങനെ പോയാൽ ബംഗാളാകുമെന്ന നേതാക്കൾ തുറന്നടിച്ചു. പിണറായിയുടെ പ്രായപരിധിയിലും ചോദ്യങ്ങൾ. പിണറായിക്കെന്താ പ്രായപരിധിയില്ലേ എന്ന് സഖാക്കൾ പച്ചയ്ക്ക് ചോദിക്കുന്നു. പാർട്ടി ജയിച്ചാലും KK ശൈലജ ജയിക്കരുതെന്നാണ് ചിലരുടെ നിർബന്ധം. തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിച്ച നേതൃത്വത്തിന്റെ പിഴവ് ജില്ലാ കമ്മിറ്റി രൂക്ഷമായി വിമർശിച്ചു. പാർട്ടി നേതൃത്വം തിരുത്തിയില്ല എങ്കിൽ അണികൾ തിരുത്തുമെന്ന പയ്യന്നൂരിലും തളിപ്പറമ്പിലുമുണ്ടായ പരാജയം അതിനുദാഹരണമാണ് എന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. മുഖ്യമന്ത്രിയുടെ പല വാക്കുകളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. തളിപ്പറമ്പിൽ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ നിർബന്ധം പിടിച്ചു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് സംബന്ധിച്ച ആരോപണത്തിൽ പാർട്ടിയുടെ വിശദീകരണം ജനം ഉൾക്കൊണ്ടില്ല. KK രാഗേഷ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തികച്ചും പരാജയം. MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. ഭരണവിരുദ്ധ വികാരമല്ല, ഈ രണ്ട് നേതാക്കളാണ് മുന്നണി പരാജയത്തിന് കാരണം, ഗോവിന്ദനും പിണറായിയും. 62 വയസ്സുള്ള VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അനാരോഗ്യമുള്ള പ്രതിപക്ഷ നേതാവ് വരുന്നത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഏകാധിപത്യ പ്രവണത തുടർന്നാൽ CP രാമസ്വാമി അയ്യരുടെ ഗതിയുണ്ടാകും. ആരോഗ്യരംഗം ലോകോത്തരമാണ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയ്ക്ക് പോയി. തീരുമാനം തിരുത്തിയില്ലെങ്കിൽ BJP നേതാവ് V മുരളീധരൻ പ്രതിപക്ഷ നേതാവായി മാറുമെന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മുന്നറിയിപ്പ്. ഇടതുപക്ഷത്തിന്റെ അവസാന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിണറായി ആയാലും അതിൽ അതിശയിക്കാനില്ല. 140 മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ ഏകീകരണം. പിണറായിയും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള സൗഹൃദമാണ് അതിന് കാരണം. പിണറായി വിജയന്റെയും MP ഗോവിന്ദന്റെയും ശൈലി വലിയ തിരിച്ചടിയുണ്ടാക്കി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രതിനിധികൾ പൊട്ടിത്തെറിച്ചു. സീറ്റ് പിടിച്ചെടുക്കാൻ എന്ന പേരിൽ KK ശൈലജ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ചത് വലിയ തിരിച്ചടികൾക്ക് കാരണമായി എന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. MP ഗോവിന്ദൻ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും ഒരു 100 പേരെങ്കിലും പാർട്ടിക്കെതിരാകുന്നു. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിൻ്റെ മണ്ടത്തരം. ഓരോ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഓരോ നയം. ഇഷ്ടമുള്ളവരെ മത്സരിപ്പിക്കാൻ ഒരു നയം, ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്താൻ മറ്റൊരു നയം. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ സഖാക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾക്ക് പിന്നാലെ എറണാകുളം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികളും പിണറായിയെ രൂക്ഷമായി വിമർശിച്ചു. എറണാകുളം ജില്ലയിലുണ്ടായ സമ്പൂർണ്ണ തോൽവിക്ക് ഒരൊറ്റ കാരണം പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും. മുൻ മന്ത്രി P രാജീവിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വീണ ജോർജ് പൊട്ടിത്തെറിച്ചു. സ്ഥാനാർത്ഥിയാകാൻ തനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചതാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ജില്ലാ കമ്മിറ്റിയോട് അഭ്യർത്ഥിച്ചിരുന്നുവെന്നാണ് വീണ ജോർജ് പറയുന്നത്. ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടും ജില്ലാ നേതൃത്വം അത് അംഗീകരിച്ചില്ല. നിർബന്ധിച്ച് തന്നെ മത്സരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തി പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞ പിണറായിയെ പക്ഷേ ജില്ലാ കമ്മിറ്റികൾ എടുത്തൊടുക്കുന്നു. ജില്ലാ കമ്മിറ്റികൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഇറക്കി വിടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കണ്ടില്ല എങ്കിൽ പോളിറ്റ് ബ്യൂറോ പോലും അപ്രസക്തമാകും. മുഖ്യമന്ത്രി പദവി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവായി തുടരാൻ അദ്ദേഹത്തിന് പാർട്ടി ഭരണഘടന പ്രകാരം അനുമതിയില്ല എന്ന നിലപാടാണ് താഴെത്തട്ടിലെ സഖാക്കൾ പ്രകടിപ്പിക്കുന്നത്. ഒരു വശത്ത് PB ഉയർത്തിയ അതൃപ്തി, മറുവശത്ത് ജില്ലാ കമ്മിറ്റികളുടെ രൂക്ഷ വിമർശനം. ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ സംസ്ഥാന കമ്മിറ്റി നിർബന്ധിതരാകും എന്ന വികാരമാണ് പൊതുവെ പാർട്ടി അണികളിൽ. പിണറായി വിജയനെ എന്തിന് പാർട്ടി നേതൃത്വം ഭയക്കുന്നു എന്ന ചോദ്യം ജില്ലാ കമ്മിറ്റികൾ ഉയർത്തുമ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള ഭയമാണോ അതോ അദ്ദേഹമില്ലെങ്കിൽ പാർട്ടിയിൽ ഉടലെടുക്കാനുള്ള നേതൃശൂന്യതയെക്കുറിച്ചുള്ള ഭയമാണോ? വലിയ പൊട്ടിത്തെറികളാണ് CPM പാർട്ടിയിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.